ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോസ് ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നഴ്സറീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ റബ്ബർ നഴ്സറി ഡിവിഷനിലെ ഒരു വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് റൂട്ട് ട്രെയിനർ ടെക്നോളജി, എന്താണ് വണ്ടർ റൂട്ട് ട്രെയിനർ ടെക്നോളജി, ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. റൂട്ട് ട്രെയിനർ തൈകൾ ഉണ്ടാക്കുന്ന റൂട്ട് ട്രെയിനർ കപ്പാണിത്. 600 cc കപ്പാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ഒരു 6 റിഡ്ജസ് ഉണ്ട്. ആ റിഡ്ജസ് ആണ് റൂട്ട് ട്രെയിനർ എന്നുള്ള പേര് തന്നെ റൂട്ടിനെ ട്രെയിൻ ചെയ്ത് വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിഡ്ജസ് ആണ് ഈ രീതിയിൽ വേരുകൾ വളയാതെ കോയിൽ ചെയ്യാതെ ശരിയായ രീതിയിൽ വേരുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഈ റിഡ്ജസ് ആണ് ഈ ഒരു റൂട്ട് ട്രെയിനർ കപ്പിന്റെ പ്രത്യേകത. സാധാരണഗതിയിൽ റൂട്ട് ട്രെയിനർ തൈകൾ ഉണ്ടാക്കാൻ ചകിരിച്ചോറാണ് ഇതിന് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് ഈ കപ്പിനകത്ത് നിറയ്ക്കുകയും മുളച്ച വിത്തുകൾ ഇതിനകത്ത് നട്ട് ഇത് മണ്ണിൽ നഴ്സറിയിൽ ബെഡ് ഉണ്ടാക്കി മണ്ണിൽ താത്തി വെക്കുകയും ചെയ്യും. ഇതുപോലെ മണ്ണിൽ താത്തി വെക്കും. അപ്പോൾ ഈ തൈകൾ വളർന്നു വരുമ്പോൾ ഇതിന്റെ വേരുകൾ മണ്ണിനടിയിലേക്ക് വളരും. അതിനുശേഷം ബഡ്ഡിങ്ങും തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം തൈകൾ ഏകദേശം 8 മാസത്തിന് ശേഷം മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് തായ്വേര് മുറിച്ച് കളയുന്നു. ബഡ് ചെയ്ത സീഡ്ലിങ്ങിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലുള്ള സ്റ്റാൻഡിൽ വെച്ച് 3 മാസം വളർത്തുന്നു. ബഡിൽ നിന്ന് മുളയ്ക്കാൻ അനുവദിക്കുന്നു. ഈ 3 മാസക്കാലമാണ് ഇതിന് പക്ക് വേരുകൾ ധാരാളമായിട്ടുണ്ടാവുക. അങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള കപ്പ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. റൂട്ട് ടെക്നോളജിയിലെ സാധാരണ പോലെ തന്നെ വിത്ത് ചകിരിച്ചോറ് നിറച്ച ഈ കപ്പിൽ വിത്ത് നടുന്നു. വിത്ത് നട്ടതിന് ശേഷം ഇത് മണ്ണിൽ താത്തി വെക്കുന്നില്ല. സാധാരണ രീതിയിൽ മണ്ണിലേക്ക് തായ്വേര് വളർത്തി വിടുന്നു. പക്ഷേ വണ്ടർ റൂട്ട് ടെക്നോളജിയിൽ ഈ വിത്തിട്ട ആ സമയം മുതൽ തന്നെ ഈ കപ്പിനെ സ്റ്റാൻഡിൽ വളർത്തുകയാണ് ചെയ്യുക. ഈ ഏകദേശം മണ്ണിൽ നിന്ന് 3 അടിയോളം ഉയരമുള്ള സ്റ്റാൻഡുകളിലാണ് ഈ തൈ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാപ്പ് റൂട്ട് തായ്വേര് അടിയിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി എയർ പ്രൂണിങ് നടക്കുകയും ആ സമയം മുതൽ തന്നെ ഇതിന്റെ പക്ക് വേരുകളുടെ വളർച്ച ആരംഭിക്കുകയും ചെയ്യും. കാരണം തായ്വേരിന് താഴോട്ട് വളരാനായിട്ട് സാധിക്കുന്നില്ല. താൽക്കാലികമായി നമ്മളത് തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പക്ക് വേരുകൾ യഥേഷ്ടം ഇതിന് വളരുന്നു. അപ്പോൾ ഏകദേശം 10 മാസക്കാലം ഈ തൈകൾ ഹാർഡനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. സാധാരണ റൂട്ട് ട്രെയിനർ സംവിധാനത്തിൽ 3 മാസം മാത്രമാണ് തൈകൾക്ക് പക്കുവേരുകൾ ഉണ്ടാവാനായി സ്റ്റാൻഡിൽ വളർത്തുന്നുള്ളൂ. പക്ഷേ വണ്ടർ റൂട്ട് സാങ്കേതിക വിദ്യയിൽ 10 മാസക്കാലം ഇതിനെ സ്റ്റാൻഡിൽ വളർത്തുന്നു. അങ്ങനെയാവുമ്പോൾ സാധാരണ റൂട്ട് ട്രെയിനർ സംവിധാനത്തിൽ നിന്നും ലഭിക്കുന്ന തൈകൾക്കുണ്ടാകുന്ന പക്കുവേരുകളുടെ 10-20 ഇരട്ടി പക്കുവേരുകൾ വണ്ടർ റൂട്ട് സംവിധാനത്തിൽ ഉണ്ടാകുന്നു.